ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻറ്റും ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഡെഫിനിഷൻസും ടെർമിനോളജീസും പഠിക്കുന്നത് അവരുടെ പ്രിപ്പറേഷന് ഒത്തിരി സഹായിക്കും. അതിനു മുന്നേ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡ് വെസൽസും നെർവ്സും റിവേഴ്സ് പോലെയാണ്. ബ്ലഡ് വെസൽസ് നറിഷ്മെൻറ്റ് ക്യാരി ചെയ്യുന്നു, നെർവ്സ് എനർജിയും ഇമ്പൾസസും ക്യാരി ചെയ്യുന്നു. അതുപോലെയാണ് റിവേഴ്സ് ന്യൂട്രിയൻസ്, വാട്ടർ, ലൈഫ് ക്യാരി ചെയ്യുന്നു. ദൈവം ഭൂമിയെ ഒരു ലിവിങ് ബോഡി ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മൗണ്ടൻസ് അതിൻ്റെ സോഴ്സും, റിവേഴ്സ് അതിൻ്റെ നെർവ്സും ബ്ലഡ് വെസൽസുമായിട്ടും, പ്ലെയിൻസ് അതിൻ്റെ വർക്കിംഗ് ബോഡി ആയിട്ടും, സീ അല്ലെങ്കിൽ ഓഷൻ അതിൻ്റെ റെസ്റ്റിംഗ് പ്ലേസുമാണ്. നെർവ്സും വെയിൻസും കട്ടായാൽ ബോഡി കൊളാപ്സ് ആവും. അതുപോലെ തന്നെ റിവർ വറ്റിയാൽ എർത്ത് സഫർ ചെയ്യും. നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. ഇനി നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. റിവർ ഗ്രാവിറ്റി കാരണം ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് ഒഴുകുന്ന ഒരു നാച്ചുറൽ വാട്ടർ ഫ്ലോ ആണ് റിവർ. ഒരു റിവറിൻ്റെ സോഴ്സ് എപ്പോഴും മൗണ്ടൻസോ ഗ്ലേസിയേഴ്സോ ഹൈ എലിവേറ്റഡ് റീജിയൻസോ അല്ലെങ്കിൽ സ്പ്രിങ്ങോ ആകാം. എസ്റ്റുവറി ഒരു റിവർ അതിൻ്റെ എൻഡ് സ്റ്റേജിൽ ഒരു ഓഷ്യനെയോ സീയോ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് എസ്റ്റുവറി. ഇവിടുത്തെ വെള്ളം ബ്രാക്കിഷ് വാട്ടർ ആയിരിക്കും, അതായത് ഫ്രഷ് വാട്ടറിൻ്റെയും സോൾട്ട് വാട്ടറിൻ്റെയും മിക്സ്. റിസർവോയർ ഒരു റിവറിന് കുറുകെ ഒരു ഡാം ബിൽഡ് ചെയ്ത് റിവർ വാട്ടറിന് സ്റ്റോർ ചെയ്യുന്ന ഒരു ലാർജ് ഏരിയയാണ് റിസർവോയർ. ട്രിബ്യൂട്ടറീസ് ഒരു മെയിൻ റിവറിൽ ഒഴുകി വരുന്ന സ്മോൾ റിവേഴ്സും സ്ട്രീംസും. ഇത് പിന്നീട് ഒരു വലിയ റിവറായി ഫോം ചെയ്ത് ഒഴുകുന്നു. ട്രിബ്യൂട്ടറീസ് എപ്പോഴും ഫോം ചെയ്യുന്നത് റിവറിൻ്റെ അപ്പർ അല്ലെങ്കിൽ മിഡിൽ സ്റ്റേജിലാണ്. എക്സാമ്പിൾ, ഒരു മെയിൻ റിവർ ഒരു ട്രീയുടെ ട്രങ്ക് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ബ്രാഞ്ചസ് ട്രിബ്യൂട്ടറീസ് എന്നും. ഡിസ്ട്രിബ്യൂട്ടറീസ് ഒരു മെയിൻ റിവറിൽ നിന്ന് ഫ്ലോ ചെയ്തു പോകുന്ന സ്ട്രീംസും ചെറിയ റിവേഴ്സുമാണ് ഡിസ്ട്രിബ്യൂട്ടറീസ്. ഈ സ്മോൾ റിവേഴ്സ് മെയിൻ റിവറിൽ നിന്ന് വെള്ളം ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു. ഡിസ്ട്രിബ്യൂട്ടറീസ് കൂടുതലായി കാണപ്പെടുന്നത് റിവറിൻ്റെ എൻഡിലാണ്, അതും ഡെൽറ്റ റീജിയനിൽ. ട്രിബ്യൂട്ടറീസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ചെയ്തൊരു ട്രീ അല്ലെങ്കിൽ ട്രീയുടെ റൂട്ടാണ്. സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഒരു ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ഒരു മെയിൻ റിവറിൽ വാട്ടർ ആഡ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ടറി വാട്ടർ കുറയ്ക്കുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നു. റിവർ ബേസിൻ അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ ഒരു റിവറും അതിൻ്റെ എല്ലാ ട്രിബ്യൂട്ടറീസും വാട്ടർ കളക്ട് ചെയ്യുന്ന എൻറ്റയർ ഏരിയ. ചിലപ്പോഴൊക്കെ ഇതിന് കാച്ച്മെൻറ്റ് ഏരിയ എന്നും പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത് എല്ലാ സർഫസ് വാട്ടറും കളക്ട് ചെയ്യുന്ന ഒരു വലിയ ബക്കറ്റ്. റിവർ ബെഡ് റിവറിൻ്റെ ബോട്ടം പാർട്ട് അല്ലെങ്കിൽ റിവർ ഫ്ലോർ. ഇവിടെ നമുക്ക് പെബിൾസും സ്റ്റോണും സാൻഡും ഒക്കെ കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, റിവർ ഉറങ്ങുന്ന റിവറിൻ്റെ ബെഡ്. റിവർ ചാനൽ ഒരു റിവറിൻ്റെ സോഴ്സ് മുതൽ മൗത്ത് വരെ റിവർ ഒഴുകുന്ന പാത്ത് അല്ലെങ്കിൽ വഴി. കോൺഫ്ലുവൻസ് രണ്ടോ അതിൽ കൂടുതലോ റിവേഴ്സ് ഒരുമിച്ച് ചേർന്ന് ഒഴുകുന്ന പ്ലേസ്. റിവർ ഡിപ്പോസിഷൻ ഒരു റിവർ അതിൻ്റെ സ്പീഡും എനർജിയും കുറയുമ്പോൾ അതിൻ്റെ സാൻഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഫ്ലഡ് പ്ലെയിൻസ് ഫ്ലഡിൻ്റെ സമയത്ത് റിവർ ഡിപ്പോസിഷൻ കാരണം റിവറിൻ്റെ രണ്ട് സൈഡിലും ഉണ്ടാകുന്ന ലോ ലൈയിങ് ഫ്ലാറ്റ് ഏരിയ. ബാക്ക് വാട്ടേഴ്സ് റിവറിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ കാണുന്ന കാം ആൻഡ് സ്ലോ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെ റിവറിനെ ഓഷ്യൻ അല്ലെങ്കിൽ സീ പുഷ് ചെയ്യുന്നത് പോലെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ റിവർ സ്ലോ ആയും കാമായും ഒഴുകും. റിവർ മിയാൻഡർ ഒരു റിവർ സ്ട്രെയിറ്റ് ആയി പോകാതെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന റിവറിൻ്റെ ഭാഗം. ഒരു സൈഡിൽ ഇറോഷൻ നടക്കുകയും വേറെ സൈഡിൽ ഡെപ്പോസിഷൻ നടക്കുകയും ചെയ്യുന്നു. ഓക്സ്ബൗ ലേക്ക് നേരത്തെ പറഞ്ഞ മിയാൻഡർ കട്ട് ഓഫ് ആയി ഒരു യു ഷേപ്പിൽ ഫോം ചെയ്യുന്ന ലേക്ക്. റിവർ ബാങ്ക് റിവറിൻ്റെ രണ്ട് സൈഡിലുള്ള ലാൻഡ് ഏരിയ. ഇതിനെ റിവറിൻ്റെ ബൗണ്ടറി എന്നും പറയും. വാട്ടർഫോൾ ഒരു റിവർ സ്റ്റീപ്പ് സ്ലോപ്പ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡ്രോപ്പ് കിട്ടുമ്പോൾ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് വീഴുന്നതാണ്. ടെക്നിക്കലായി പറഞ്ഞാൽ ഹാർഡ് റോക്കും സോഫ്റ്റ് റോക്കിൻ്റെയും ഇറോഷൻ ഡിഫറൻസ് കൊണ്ടാണ് വാട്ടർഫോൾ ഉണ്ടാകുന്നത്. റിവർ വാലി റിവർ ഇറോഷൻ കാരണം ഹിൽസ് അല്ലെങ്കിൽ മൗണ്ടൻസിന് ഇടയിലുള്ള ലോ ലയിങ് ഏരിയ. വി ഷേപ്ഡ് വാലി റിവർ ഇറോഷൻ കാരണം നാരോ ആൻഡ് ഡീപ്പ് ആയിട്ടുള്ള ഒരു വാലി ഉണ്ടാകുന്നു. പക്ഷേ യു ഷേപ്ഡ് വാലി എന്ന് പറയുന്നത് ഗ്ലേസിയർ സ്ലോ ആയി മൂവ് ചെയ്യുമ്പോൾ ലാൻഡ് വൈഡ് ആകുന്നതാണ്. റാപ്പിഡ് ഇത് റിവറിൻ്റെ അപ്പർ കോഴ്സ് അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജിലാണ് സംഭവിക്കുന്നത്. റിവർ ടർബുലൻ്റായി ഫ്ലോ ചെയ്യുന്ന ഭാഗം. എല്ലാ വാട്ടർഫോൾസിന് മുൻപേ റാപ്പിഡ് ഉണ്ടാകാം, പക്ഷേ എല്ലാ റാപ്പിഡ്സിന് ശേഷം വാട്ടർഫോൾ ഉണ്ടാകണമെന്നില്ല. ലെവി
റിവർ ഫ്ലഡിന്റെ സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു റേസ്ഡ് ആയിട്ടുള്ള റിഡ്ജാണ്. റിവർ ബാങ്കിനേക്കാൾ സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും. ഫ്ലഡ് വാട്ടർ സ്പ്രെഡ് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യാൻ ഇത് സഹായിക്കും. അലൂവിയം റിവർ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽ, സാൻഡ്, സിൽട്ട് ഓർ ക്ലേ. ഗോർജ് റിവറിന്റെ സ്ട്രോങ് ഇറോഷൻ കാരണം ഉണ്ടാകുന്ന എക്സ്ട്രീം വേർഷൻ ഓഫ് വി ഷേപ്ഡ് വാലി. റിൽസ് റെയിൻ വാട്ടർ സർഫസിൽ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെരി സ്മോൾ നാരോ ചാനൽസ്. ഇതിന് മലയാളത്തിൽ നീർച്ചാലുകൾ എന്ന് പറയും. ഹെഡ് വാട്ടേഴ്സ് ഒരു റിവറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒറിജിൻ ഏരിയ ആണ്. ഇവിടെ സ്മോൾ സ്ട്രീംസ്, സ്പ്രിങ്സ്, മെൽറ്റ് വാട്ടർ ഒക്കെ കൂടി ഒരു മെയിൻ റിവറിലേക്ക് ഒഴുകുന്നു. വാട്ടർ ഡിവൈഡ് അല്ലെങ്കിൽ വാട്ടർ ഷെഡ് രണ്ട് ഡ്രെയിനേജ് ബേസിനെ വേർതിരിക്കുന്ന ഹൈലാൻഡ് ഏരിയ. ഒരു റിവറിന്റെ ലൈഫ് ഒരു മനുഷ്യന്റെ ലൈഫ് പോലെയാണ്. ആദ്യം ബർത്ത്, പിന്നെ വളർന്ന് യൂത്ത് ആകുന്നു, പിന്നെ മെച്യൂർ ആകുന്നു, പിന്നെ ഓൾഡ് ആകുന്നു, അവസാനം മരിക്കുന്നു. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പർ കോഴ്സ് അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജ്. ഇതിൻ്റെ ലൊക്കേഷൻ സോഴ്സിനടുത്താണ്, അതായത് മൗണ്ടൻസിൽ. റിവറിൻ്റെ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ സ്ലോപ്പ് വളരെ സ്റ്റീപ്പായിരിക്കും. റിവറിൻ്റെ വാട്ടർ ഫ്ലോ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ മെയിൻ വർക്ക് റിവർ ഡൗൺവേർഡ്സ് കട്ട് ചെയ്യും, അതായത് വേർട്ടിക്കൽ ഇറോഷൻ. കൂടാതെ റിവറിൻ്റെ വാലി ഷേപ്പ് വി ആയിരിക്കും. റിവർ ചാനൽ നാരോയും ഡീപ്പുമായിരിക്കും. ഈ സ്റ്റേജിലെ ലാൻഡ് ഫോംസ് ആണ് വാട്ടർഫോൾസ്, റാപ്പിഡ്സ് ആൻഡ് ഗോർജസ്. റിവർ ക്യാരി ചെയ്യുന്ന സെഡിമെന്റ്സ് ലാർജ് റോക്സും ബോൾഡേഴ്സുമാണ്. ബർത്ത് സ്റ്റേജ് അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജിലെ ദ മോസ്റ്റ് പ്രോമിനന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പർ ഗംഗയിലുള്ള ഭഗീരഥിയും അളകനന്ദയുമാണ്. യൂത്ത് സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ റിവർ മെച്യൂർ ആവുന്നു. അതായത് റിവർ യൂത്ത് എനർജി കുറച്ച് സെറ്റിലായി ബാലൻസ്ഡായി ഫ്ലോ ചെയ്യുന്നു. ലൊക്കേഷൻ റിവർ മൗണ്ടൻസിൽ നിന്ന് പ്ലെയിൻസിൽ എത്തുന്നു. റിവറിൻ്റെ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ സ്ലോപ്പ് വളരെ മോഡറേറ്റ് ആയിരിക്കും. സോ നാച്ചുറലി സ്പീഡും മോഡറേറ്റ് ആയിരിക്കും. ഇവിടെ റിവർ കാമായി കൺട്രോൾഡായി ഫ്ലോ ചെയ്യുന്നു. ഇവിടെ റിവറിൻ്റെ മെയിൻ വർക്ക് ചേഞ്ച് ആവുന്നു. അപ്പർ കോഴ്സിലെ പോലെ ഡൗൺവേർഡ് കട്ടിംഗ് അല്ല, മറിച്ച് സൈഡ് വേസ് കട്ട് ചെയ്യലാണ് നടക്കുന്നത്. അതായത് ലാറ്ററൽ ഇറോഷനും ട്രാൻസ്പോർട്ടേഷനും, മീനിങ് സെഡിമെന്റ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോസസ്. സോ ആസ് എ റിസൾട്ട് റിവറിൻ്റെ വാലി വൈഡറായി തുടങ്ങും. റിവർ ചാനലും അതുപോലെ തന്നെ വൈഡർ ആവും. കാരണം റിവർ ഇവിടെ സൈഡ് വേസ് ആയിട്ട് സ്പ്രെഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ മിയാൻഡേഴ്സ്, ഓക്സ്ബൗ ലേക്സ് എല്ലാം ഫോം ചെയ്യും. റിവറിൻ്റെ എനർജി കുറഞ്ഞതുകൊണ്ട് സ്മോളർ പെബിൾസും സാൻഡും മാത്രം ക്യാരി ചെയ്യും. എക്സാമ്പിൾ ഗംഗ ഭഗീരഥിയും അളകനന്ദയുമായി ചേർന്നൊഴുകി ഹിമാലയൻ റീജിയനിൽ നിന്ന് ഹരിദ്വാർ അല്ലെങ്കിൽ വാസ്റ്റ് ഗാൻജറ്റിക് പ്ലെയിനിലോട്ട് എൻ്റർ ചെയ്യുന്ന സ്റ്റേജ്. ഫൈനലി റിവർ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റേജിലേക്ക് റീച്ച് ചെയ്യുന്നു. ഇവിടെ റിവർ അതിൻ്റെ ജേർണി ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാൻ റെഡിയാകുന്നു. ലൊക്കേഷൻ റിവർ മൗത്തിൻ്റെ അടുത്താണ്, അതായത് സീ അല്ലെങ്കിൽ ഓഷനിൽ റിവർ ചേരുന്ന ഏരിയ. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ജെന്റിൽ സ്ലോപ്പ് ആയിരിക്കും. സ്ലോപ്പ് കുറവായതുകൊണ്ട് റിവറിൻ്റെ സ്പീഡും സ്ലോ ആയിരിക്കും. ഒരു വയസ്സായ മനുഷ്യനെ പോലെ ടയേർഡായി സ്ലോ ആയി മൂവ് ചെയ്യുന്നത് പോലെ. ഇവിടെ റിവർ ഇറോഷൻ ഇല്ലാത്തത് കൊണ്ട് റിവർ സെഡിമെന്റ്സ് ക്യാരി ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വാലി വൈഡായി ഫ്ലാറ്റ് ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാകും. ഇവിടെ റിവർ ചാനൽ വൈഡും ഡീപ്പുമായിരിക്കും. ലാർജ് മിയാൻഡേഴ്സും ഫ്ലഡ് പ്ലെയിൻസും ഫൈനലി ഡെൽറ്റ ഫോർമേഷനും ഇവിടെ നടക്കും. റിവർ ഫൈൻ സിൽട്ടും ക്ലേയും ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഫെർട്ടൈൽ സോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഗംഗ ഫറാക്ക ബാരേജിൽ നിന്ന് ബേ ഓഫ് ബംഗാളിൽ എൻ്റർ ചെയ്ത് വേൾഡ്സ് ലാർജസ്റ്റ് ഡെൽറ്റ ഫോർമേഷൻ ഫോം ചെയ്യുന്നു സുന്ദർബാൻസിൽ. അടുത്ത വീഡിയോ ഇന്ത്യൻ റിവേഴ്സിൻ്റെ മാപ്പ് റിവിഷൻ ആണ്. കാണാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ലേണിംഗ്.